ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. ഇരു കേസുകളിലും ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ഒപ്പം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. അതേസമയം എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മൂന്നാമതായി ജയിൽ മോചിതനാകുന്ന ആളാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന മുരാരി ബാബുവും എസ് ശ്രീകുമാറും ജയിൽ മോചിതരായിരുന്നു. ഇരു കേസുകളിലും റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞത് കാട്ടിയായിരുന്നു സുധീഷ് കുമാറും ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകിയത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. കട്ടിടപ്പാളി കേസിലും ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും. ഇത് SITക്ക് വലിയ തിരിച്ചടിയാണ്. ഇത്രയും ദിവസമായിട്ടും SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. കേസിലെ മറ്റു പ്രതികളും സ്വാഭാവിക ജാമ്യത്തിന് ഒരുങ്ങുകയാണ്. റിമാൻഡിൽ കഴിയുന്ന എൻ വാസുവിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വീണ്ടും 14 ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് നീട്ടിയത്. അതേസമയം കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി ജാമ്യഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം.